ഹലോ, ഹാലലുയ. നമ്മൾ ദൈവത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ ചിലപ്പോൾ തിരിയൊക്കെ കത്തിക്കും, ചിലപ്പോൾ ഒന്ന് ഉപവസിക്കും, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി മുട്ടിൽ എഴയും, കൈകൾ വിരിച്ചൊക്കെ നിൽക്കും. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എപ്പോഴെങ്കിലും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ തിരി കത്തിക്കലോ കൈവിരിച്ച് പിടിക്കലോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ മോശമായ സ്വഭാവ ദൂഷ്യങ്ങൾ ഇത് എടുത്തു മാറ്റണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അത് കണ്ടാൽ മതി. ദൈവത്തിന് തിരിയൊന്നും വേണ്ട. പക്ഷേ തിരി കത്തിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. എപ്പോഴാണ് നമ്മൾ തിരി കത്തിക്കേണ്ടത്? നമ്മൾ ശ്രമിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ജപമാലയിൽ സമർപ്പിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുന്നു. അതിനുവേണ്ടിയൊക്കെ നമുക്ക് നൊവേനയ്ക്കൊക്കെ പോകാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരി കത്തിക്കാം, നമുക്ക് മുട്ടിലഴയാം. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനാണ് മുൻഗണന. നമ്മളുടെ ആഗ്രഹമോ നമ്മളെ ആഗ്രഹം നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളോ അല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ ദൈവഹിതമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നോ രണ്ടോ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അല്ല നടക്കുന്നത്, മറിച്ച് ദൈവം അമർത്തി കുലുക്കി നമ്മൾക്ക് തരും. എന്ന് വെച്ച് നമ്മൾ ദൈവം അമർത്തി കുലുക്കി തരുന്നത് നോക്കിയല്ല നമ്മളിതൊക്കെ ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ തന്നെ പറയാം, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. നമ്മുടെ ആഗ്രഹം സാധിക്കാനോ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്നു. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. ഹലോ, ഹാലലുയ.